മുടിയുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ ഹെയർ ട്രീറ്റ്മെന്റുകൾ ചെയ്യുന്നവർ ശ്രദ്ധിക്കുക. നിങ്ങളെ കാത്തിരിക്കുന്നത് വൃക്ക രോഗങ്ങളടക്കമുള്ള ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളാണ്. പ്രത്യേകിച്ചും കെരാറ്റിൻ ട്രീറ്റ്മെന്റും ഹെയർ സ്ട്രെയിറ്റനിങ്ങും ചെയ്യുന്നവരിൽ വൃക്ക രോഗങ്ങളടക്കം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് ഏറ്റവും പുതിയ പഠനം. ന്യൂ ഇംഗ്ലണ്ട് ജേണൽ ഓഫ് മെഡിസിനിൽ പ്രസിദ്ധീകരിച്ച പഠനം ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. ഗ്ലൈക്കോളിക് ആസിഡോ ഗ്ലൈക്കോസാലിക് ആസിഡോ അടങ്ങിയ കെരാറ്റിൻ അധിഷ്ഠിത ഹെയർ സ്ട്രെയിറ്റനിങ് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത് വൃക്ക രോഗമായ അക്യൂട്ട് കിഡ്നി ഇഞ്ചറിയുടെ സാധ്യത വർദ്ധിപ്പിക്കുന്നതായാണ് പഠനം. വൃക്കകളിൽ ഓക്സലേറ്റ് പല്ലുകൾ രൂപപ്പെടാനും ഇത്തരം ഉൽപ്പന്നങ്ങൾ കാരണമാകാമെന്ന് ന്യൂ ഇംഗ്ലണ്ട് ജേണൽ ഓഫ് മെഡിസിനിൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ പറയുന്നു. കടും തവിട്ട് അല്ലെങ്കിൽ കറുപ്പ് നിറമുള്ള സ്പൈക്കുകളുള്ള ഒരുതരം പദാർത്ഥത്തെയാണ് ഓക്സലേറ്റ് പരലുകൾ എന്ന് പറയുന്നത്. ഇവ സാധാരണ കഠിനവും അതുപോലെ തന്നെ കട്ടിയുള്ള ഉപരിതലമുള്ള പദാർത്ഥമാണ്. അതുകൊണ്ട് തന്നെ മൂത്രാശയ വ്യവസ്ഥയിലെ ടിഷ്യൂകൾക്ക് കേടുപാടുകൾ വരുത്താൻ പോലും ഇവ കാരണമാകും. അതിനാൽ പലപ്പോഴും രക്തസ്രാവത്തിനടക്കം ഇത് കാരണമാകുന്നുമുണ്ട്. എല്ലികളിൽ നടത്തിയ പരീക്ഷണത്തിലാണ് മേൽപ്പറഞ്ഞ കാര്യങ്ങൾ കണ്ടെത്തിയത്. ഇത്തരത്തിൽ കെരാറ്റിൻ അടങ്ങിയ ഹെയർ സ്ട്രെയിറ്റനിങ് ക്രീം പുരട്ടിയ എലികളിൽ 28 മണിക്കൂറിന് ശേഷം പ്ലാസ്മ ക്രിയാറ്റിനിന്റെ തോത് ഗണ്യമായി ഉയർന്നിട്ടുണ്ടെന്നും ഗവേഷകർ കണ്ടെത്തി. ഇതുകൂടാതെ എലികളുടെ വൃക്കകളുടെ CT സ്കാനിൽ കാൽസ്യം ഓക്സലേറ്റ് മോണോഹൈഡ്രേറ്റ് നിക്ഷേപങ്ങളുടെ സാന്നിധ്യവും കണ്ടെത്താൻ കഴിഞ്ഞു. അമേരിക്കൻ ജേണൽ ഓഫ് കിഡ്നി ഡിസീസിൽ പ്രസിദ്ധീകരിച്ച മറ്റൊരു പഠനവും ഇതേ അഭിപ്രായം പങ്കുവയ്ക്കുന്നുണ്ട് എന്നതുകൂടി എടുത്തു പറയുകയാണ്. ഹെയർ സ്ട്രെയിറ്റനിങ് ഉൽപ്പന്നങ്ങളിൽ മാത്രമല്ല ക്ലീനറുകൾ, ടോണറുകൾ, മോയ്സ്ചറൈസറുകൾ എന്നിവയിലെല്ലാം അടങ്ങിയിട്ടുള്ള ഘടകമാണ് ഈ പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഗ്ലൈക്കോലിക് ആസിഡ് എന്ന ഒരു പദാർത്ഥം. എന്നാൽ ഇവയൊന്നും നിലവിൽ വൃക്കകൾക്ക് ഗുരുതരമായ നാശങ്ങൾ ഉണ്ടാക്കുന്നതായി തെളിവുകളില്ല. ഹെയർ ട്രീറ്റ്മെന്റ് ഉൽപ്പന്നങ്ങളെ അപേക്ഷിച്ച് ചർമ്മ പരിചരണ ഉൽപ്പന്നങ്ങളിൽ ഗ്ലൈക്കോളിക് ആസിഡിന്റെ സാന്നിധ്യം കുറവായതും ഇതിന് കാരണമെന്ന് കരുതപ്പെടുന്നുണ്ട്. കെരാറ്റിൻ അധിഷ്ഠിത ഉൽപ്പന്നങ്ങൾ വൃക്കകളിൽ ഉണ്ടാക്കുന്ന സ്വാധീനത്തെക്കുറിച്ച് കൂടുതൽ ആഴത്തിലുള്ള പഠനങ്ങൾ ആവശ്യമാണെന്നും ഗവേഷകർ കൂട്ടിച്ചേർത്തു. ഇത്തരത്തിലുള്ള പല ഹെയർ ട്രീറ്റ്മെന്റുകളും ഭാവിയിൽ മുടിക്ക് തന്നെ കേടുപാടുകൾ സൃഷ്ടിക്കുമെന്നും പല പഠനങ്ങളും ഇതിനു മുൻപും തെളിയിച്ചിട്ടുണ്ട്. തലയോട്ടിയിലുള്ള ചൊറിച്ചിൽ, മുടിപൊട്ടൽ, അലർജി, മുടികൊഴിച്ചിലൊക്കെ അശാസ്ത്രീയമായ ചികിത്സയിലൂടെ ഉണ്ടാകാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. ഇത്തരം ഹെയർ ട്രീറ്റ്മെന്റിന് ഉപയോഗിക്കുന്ന രാസപദാർത്ഥങ്ങൾ ചിലരിലെങ്കിലും ശ്വാസം മുട്ടലും മറ്റു പ്രയാസങ്ങളും ഉണ്ടാക്കുമെന്നതും ശ്രദ്ധിക്കേണ്ടതാണ്. പലതരം കെമിക്കൽസ് ചികിത്സയ്ക്കിടയിൽ ഉപയോഗിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ കൃത്യമായ അലർജി ടെസ്റ്റും മുന്നൊരുക്കങ്ങളും നടത്തേണ്ടതാണ്. പക്ഷേ നിർഭാഗ്യവശാൽ പലയിടത്തും ഇത് നടത്താറില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും കേരളത്തിലും ഹെയർ ട്രീറ്റ്മെന്റുകൾ ഇതിനോടകം വലിയ പ്രചാരം നേടിക്കഴിഞ്ഞു. കെരാറ്റിൻ ട്രീറ്റ്മെന്റും ഹെയർ സ്മൂത്തനിങ്ങും സ്ട്രെയിറ്റനിങ്ങും ഒക്കെ സർവ്വസാധാരണമായി മാറിക്കഴിഞ്ഞു. പക്ഷേ ഇത്തരത്തിൽ മുടിക്ക് സൗന്ദര്യം വർദ്ധിപ്പിക്കാനായി ഉപയോഗിക്കുന്ന രാസപദാർത്ഥങ്ങൾ എന്താണെന്ന് പലർക്കും അറിയില്ല. അല്ലെങ്കിൽ അവയുണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ പറ്റി ആരും ബോധവാന്മാരല്ല എന്നതാണ് സത്യം. അതുകൊണ്ട് തന്നെ ഡെർമറ്റോളജിസ്റ്റിന്റെ അടക്കം സേവനം ഉറപ്പാക്കുന്ന ഹെയർ ട്രീറ്റ്മെന്റ് ക്ലിനിക്കുകളിൽ നിന്ന് ഇത്തരം ചികിത്സകൾ തേടുന്നതാണ് ഉചിതം. മാത്രമല്ല ഓരോരുത്തരുടെയും മുടിയുടെ ഘടനയും ചർമ്മത്തിന്റെ രീതിയുമെല്ലാം വ്യത്യസ്തമായതിനാൽ ഇത്തരം ട്രീറ്റ്മെന്റുകൾക്ക് മുൻപ് ഒരു ഡോക്ടറുടെ അഭിപ്രായം തേടുന്നതും എന്തുകൊണ്ടും നല്ലതാണ്. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് TV.